വചനമൊഴി ഫെബ്രുവരി 21. വചനഭാഗം ഗലാത്തി 2:19-21, മർക്കോസിന്റെ സുവിശേഷം 8:34-38. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്തെന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്കോ സുവിശേഷത്തിനോ വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. കാരണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ജീവന് പകരമായി എന്തു കൊടുക്കും? വഴിപിഴച്ചതും പാപം നിറഞ്ഞതുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദനഹക്കാലം 7-ാം വെള്ളിയാഴ്ച സീറോ മലബാർ സഭയിലെ വിശുദ്ധരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസമാണ്. നമ്മുടെ സഭയിൽ നിന്ന് വിശുദ്ധരായി പേര് വിളിക്കപ്പെട്ട് വണങ്ങുന്ന വിശുദ്ധ അൽഫോൻസാമ്മയെയും വിശുദ്ധ ചാവറയച്ചനെയും വിശുദ്ധ മറിയം ത്രേസ്യായെയും വിശുദ്ധ എവുപ്രാസ്യാമ്മയെയും നമുക്ക് പ്രത്യേകമായി അനുസ്മരിക്കുകയും അവരുടെ ജീവിത മാതൃകകൾ അറിയുന്നതിനും അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നതിനും പരിശ്രമിക്കുകയും ചെയ്യാം. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത്, ഈശോ തന്റെ ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെയും തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പരിത്യജിക്കലും കുരിശെടുക്കലും ജീവൻ നേടുന്നതിനു വേണ്ടിയാണ്. ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ, സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രതിഫലം എന്നാണ് ഈശോ ചോദിക്കുന്നത്. ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നത് മിശിഹായോടൊപ്പം നിത്യജീവനാണ്, കർത്താവിനോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. പിതാവിന്റെ മഹത്വത്തിൽ ദൂതന്മാരോടുകൂടി ഈശോ ആഗതനാകുമ്പോൾ അവിടുത്തോടൊപ്പം നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടവനാണ് മനുഷ്യൻ. ആ ബോധ്യത്തോടുകൂടി ഈ ലോക ജീവിതത്തെ നയിക്കുവാനും ഈ ലോകത്തെ പരിത്യജിച്ച് കുരിശിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ജീവന്റെ മഹത്വം സ്വീകരിക്കേണ്ടവരാണ്, ജീവന്റെ മഹത്വം ദർശിക്കേണ്ടവരാണ് നാം എന്ന ചിന്തയാണ് ഇന്ന് സുവിശേഷം നൽകുന്നത്. നിത്യത പ്രാപിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം, അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.